അപ്പം ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ഇന്നോവേഷൻസിന് എന്താണ് വയബിൾ ബിസിനസ് ഐഡിയ, അതായത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മളിതെന്ന് പറയുന്ന ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ പറയുന്നത് എന്തായിരിക്കും? ഓണ്ടർപ്രണർ എന്നും പറയുന്നു. അപ്പം ഇതൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിലെ കുറേ കാര്യങ്ങളെന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസും അതല്ലെങ്കിൽ എന്താണ് പറയുക, ഇതൊരു ഇൻട്രൊഡക്ഷൻ മാതിരിയാണ്. ഇതൊരു ബേസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള മൊഡ്യൂളിന് ആവശ്യമായിട്ടുള്ള ബേസുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാം ഫസ്റ്റ് മൊഡ്യൂളിലാണ് എന്ന് പറയാം. ഇനി അടുത്തെന്ന് പറയുന്നത് ഓണ്ടർപ്രണർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓണ്ടർപ്രണർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഈ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഇന്നോവേറ്റേഴ്സ് ഒരിക്കലും ഓണ്ടർപ്രണർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഓണ്ടർപ്രണറൽ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇതൊരു സ്കില്ലാണ്, ഒരു ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട സ്കില്ല്. ചിലർക്ക് നാച്ചുറൽ ആയിട്ടുള്ള സ്കില്ലാണ് ഈ ഓണ്ടർപ്രണർഷിപ്പ് സ്കില്ല് എന്ന് പറയുന്നത്. അതായത് അവർ ഒരു പക്ഷേ അവർക്ക് ആ ടാലന്റ് കാണും, അവർക്ക് അതിന്റെ സ്കിൽസ് ഇൻബിൽട്ട് ആയിട്ട് ചിലപ്പം കാണാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പ്രോഡക്റ്റ് ആക്കി ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഇതെല്ലാം ചെയ്യുന്ന രീതിയാണ് ഓണ്ടർപ്രണറിയൽ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ ഉള്ളിൽ കൾട്ടിവേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. അപ്പം അത്തരത്തിലുള്ളൊരു ക്വാളിറ്റി ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്വാളിറ്റി അറ്റൈൻ ചെയ്യുന്നതിലൂടെ അയാൾക്ക് ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞ രീതിയിൽ ഷൈൻ ചെയ്യാൻ പറ്റുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെയാണ് ഓണ്ടർപ്രണറിയൽ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റിസോഴ്സ് ഫോർ ആസ്പയറിംഗ് ഓണ്ടർപ്രണേഴ്സ് ആണ്. അതായത് ഒരു ഓണ്ടർപ്രണർ ആവണമെങ്കിൽ അല്ലെങ്കിൽ ആകാൻ താല്പര്യമുള്ള ഒരാൾക്ക് ആവശ്യമായിട്ട് വരേണ്ടി വരുന്ന റിസോഴ്സസ് ഏതൊക്കെയാണ്, ആവശ്യമായിട്ട് വരുന്ന റിസോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് റിസോഴ്സസ് ഫോർ ആസ്പയറിംഗ് ഓണ്ടർപ്രണേഴ്സ് വരുന്നത്. അത് എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ആവാം. എഡ്യൂക്കേഷണൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഈ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ആണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരം തരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ച് വിവരം തരുന്ന ഒരു സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എക്സാമ്പിൾ എന്തിനെടുക്കാം? ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ഇൻ കേസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സിമിലർലി ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ട്, ടെക്നോളജിക്കൽ റിസോഴ്സസ് വരും. ഇങ്ങനെ പലതരം റിസോഴ്സസ് വരും. ഒരു ഓണ്ടർപ്രണർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട റിസോഴ്സിന്റെ കൂട്ടത്തിലാണ് ഇതെല്ലാം വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ സ്റ്റെപ്സ് ടു സ്റ്റാർട്ട് എ ബിസിനസ്, ടൈപ്സ് ഓഫ് ബിസിനസ് സ്ട്രക്ചർ, സ്റ്റാറ്റ്യൂട്ടറി കോംപ്ലയൻസസ് ഫോർ ബിസിനസ്. ഇതൊക്കെയാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. ബിസിനസ് സ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് ആവാം, പബ്ലിക് ലിമിറ്റഡ് ആവാം. അങ്ങനെ കുറെ രീതിയിൽ നമുക്ക് ബിസിനസ്സിനെ ആക്കിയെടുക്കാം. അല്ലെങ്കിൽ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന പല രീതികൾ ഉണ്ട്. അതാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ടീം ബിൽഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, പിന്നെ പെയിൻ പോയിന്റ്സ് ആൻഡ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. അപ്പം പെയിൻ പോയിന്റ്സും പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് പെയിൻ പോയിന്റ്സും പ്രോബ്ലം സ്റ്റേറ്റ്മെന്റും എന്താണെന്ന്. അത് പക്ക നമുക്കിനി അങ്ങോട്ട് വരുമ്പോഴുള്ള 2-3 മൊഡ്യൂളുകളിൽ നമ്മൾ ഒരു മൊഡ്യൂളുകളിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ടേമാണ് പെയിൻ പോയിന്റ്സും പ്രോബ്ലം സ്റ്റേറ്റ്മെന്റും. പെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഒരു നേരിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെയാണ് നമ്മൾ പെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. പെയിൻ പോയിന്റ് കസ്റ്റമറിന് മാത്രം ആവണമെന്നില്ല കേട്ടോ. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഗുണവും ദോഷവും നേരിട്ട് അനുഭവിക്കുന്ന ആൾക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സ്റ്റേക്ക് ഹോൾഡേഴ്സിന്. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എല്ലാം തന്നെയും പെയിൻ പോയിന്റ്സ് ഉണ്ടാവാം. കസ്റ്റമറിൻ്റെതായ പെയിൻ പോയിന്റ്സ് ഉണ്ടാവാം. അത് ഡെവലപ്പ് ചെയ്ത അയാൾക്ക് അതിൻ്റെതായ പെയിൻ പോയിന്റ്സ് ഉണ്ടാവാം. പാർട്ട്നേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ഒരാളാണ് പാർട്ട്നേഴ്സ്, അവർക്ക് അവരുടേതായ പെയിൻ പോയിന്റ്സ് ഉണ്ടാവാം. പിന്നെ ഇതിന്റെ എംപ്ലോയീസ്, അവർക്ക് അവരുടേതായ പെയിൻ പോയിന്റ്സ് ഉണ്ടാവാം. പെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരിട്ട് അനുഭവിക്കുന്ന ഒരു കേസാണ്. ഇപ്പം കസ്റ്റമർ നേരിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല ഇതിന്റെ ടോപ്പ് മാനേജ്മെന്റ്, ഒരു പ്രോഡക്റ്റിന്റെ ടോപ്പ് മാനേജ്മെന്റ് അനുഭവിക്കുന്നത്. സിമിലർലി അവിടുത്തെ എംപ്ലോയീസ്, സിമിലർലി അവരുടെ പാർട്ട്നേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ പെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് പ്യൂർലി അവര് എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കുന്നതാണ്. എനിക്കിത് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തിയിരുന്നെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് ഈ പ്രോഡക്റ്റ് ഈ ഫീച്ചർ യാതൊരു ഗുണവും ഇല്ല എന്ന് തോന്നുന്നു. ഈ പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആ പെയിൻ പോയിന്റ് അനുസരിച്ച് ഉള്ള ആ പ്രോബ്ലത്തിന്റെ സ്റ്റേറ്റ്മെന്റ്, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പെയിൻ പോയിന്റ് പറഞ്ഞല്ലോ, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ പെയിൻ പോയിന്റ്സിനെ പറ്റി പറയാൻ പറ്റൂ. അറ്റ് ദ സെയിം ടൈം പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആർക്ക് പറയാൻ പറ്റും? ഒരു ടെക്നിക്കലായിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ നൽകുന്ന ഒരാൾക്ക് ഒരു പെയിൻ പോയിന്റ് പെർട്ടിക്കുലർ പെയിൻ പോയിന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പെയിൻ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ടെക്നിക്കലായിട്ട് റൈറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് IPR ആൻഡ് ഇൻട്രൊഡക്ഷൻ
IPRന്റെ ഇൻട്രൊഡക്ഷൻ ആൻഡ് ടൈപ്സ് ആണ്. അപ്പോൾ IPR എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയും. അപ്പം അതെന്താണെന്നും അത് എന്തിനെടുക്കണമെന്നും അതിന്റെ ടൈപ്സുമാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതൊരു നല്ല ടോപ്പിക്കാണ് IPR, ഇറ്റ്സ് റോൾ ഇൻ സെക്യൂറിംഗ് ഫണ്ട്സ് ആൻഡ് ഇറ്റ്സ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പം IPR എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞതിന് ശേഷം IPR എടുക്കുകയാണെങ്കിൽ അതിന്റെ 2 ഗുണങ്ങളാണിത്. വേണമെങ്കിൽ IPRന്റെ 2 അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന്, സെക്യൂറിംഗ് ഫണ്ട് നമ്മുടെ ഒരു പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്നോവേഷനോ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ഓണ്ടർപ്രണർ ആണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് സെക്യൂർ ചെയ്യാൻ IPR നമ്മളെ സഹായിക്കും. പിന്നെ അതേ കണക്ക് തന്നെ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടി നമുക്ക് എന്താണ് ബാക്കിയുള്ളവരടുത്ത് അതൊന്ന് പറഞ്ഞ് ബോധിപ്പിക്കണമെങ്കിലോ ഒക്കെ നമുക്ക് എന്താണ് IPR നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ അത് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജും ഉണ്ടാവും എന്നുള്ളതാണ് IPRന്റെ പ്രത്യേകത. അപ്പം മൊഡ്യൂൾ 1 നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സബ്ജക്റ്റ് എല്ലാവരും സാധാരണ ഉപയോഗിക്കുന്നത് IPR എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം IPR എന്ന് പറയുന്ന സാധനം ഇവിടെ തുടങ്ങി ഇവിടെ തീരും. അതിനുവേണ്ടി മാത്രമേ എന്തുള്ളൂ IPR ഉള്ളൂ. ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ എന്തുള്ളൂ IPRനുള്ളൂ. ഈ 2 ടോപ്പിക്ക് മാത്രമേ IPR. അപ്പം നിങ്ങൾക്കറിയാം ഇത്രയും ടോപ്പിക്ക് അവിടെ നിന്ന് ഇവിടം വരെ ഉണ്ട് എങ്കിൽ തന്നെയും നിങ്ങൾക്ക് എന്താണ് IPR എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പം ഈ IPR എന്ന് പറയുന്ന ടോട്ടലി ഉള്ള സിലബസിന്റെ ഒരു 20 to 30% മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. പക്ഷെ എല്ലാവരും സബ്ജക്റ്റിന് IPR എന്നാണ് പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഇത് IPR എന്ന് പറയുന്ന വെറും 30% അടുപ്പിച്ച സിലബസ് മാത്രമേ ഉള്ളൂ. അപ്പം സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങൾ എങ്കിലും അറ്റ്ലീസ്റ്റ് എന്താണ് ഇതിന് IPR എന്ന് പറയാതെ EEIPR എന്നോ അല്ലെങ്കിൽ എന്താണ് എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് IPR എന്നോ അങ്ങനെ പറയാൻ പഠിക്കുക. കാരണം സബ്ജക്റ്റ് ഏറെക്കുറെ ഇടത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് മാത്രമായി മാറുന്നുണ്ട് IPR എന്നുള്ള രീതി മാത്രമാണ്. ആപ്പാടെ ഒരു മൊഡ്യൂൾ 4 മൊഡ്യൂൾ ഉള്ളതിനകത്ത് ഒരു മൊഡ്യൂളിന്റെ വെറും 20 to 30% മാത്രമാണ് നമുക്ക് ഇത് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമാണ് മൊഡ്യൂൾ 1ന്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് നിങ്ങൾ ഒന്ന് കേൾക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻസ് ഒന്ന് ഇടുക.